ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ എരുമേലിയിൽ സ്വച്ഛ് ശബരിമല ശുചീകരണ യജ്ഞം പുരോഗമിക്കുകയാണ്. എരുമേലിയിലെ 16 ഇടങ്ങളാണ് ശബരിമല അയ്യപ്പ സേവാ സമാജം പ്രവർത്തകർ ശുചീകരിക്കുന്നത്. എരുമേലിയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം പ്രവർത്തകർ സന്നിധാനവും ശുചീകരിക്കും. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, ഈ മകരവിളക്ക് മണ്ഡലകാലമെല്ലാം തന്നെ സമാപിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നു. സമൂഹത്തിൽ തന്നെ വലിയൊരു മാതൃകയാണ് ഇത് എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണ്. പറയൂ, എങ്ങനെയാണ് അവിടെ നിന്നുള്ളവർ? മിഥുൻ മുരളി ലൈനിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മിഥുൻ, ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് എന്തായാലും തുടക്കമായിട്ടുണ്ട്. ഇതൊരു വലിയ യജ്ഞത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് അവിടെ നിന്നുള്ളവർ? രാഗി, മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം പൂർത്തിയായിരിക്കുന്നു. അയ്യന്റെ കാനനം ഏറ്റവും ശുചീകരിക്കേണ്ടത് ഭക്തരുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏറ്റവും ഭംഗിയായി നിറവേറ്റുകയാണ് ശബരിമല അയ്യപ്പ സേവാ സമാജം. കഴിഞ്ഞ 11 വർഷമായി ശബരിമല അയ്യപ്പ സേവാ സമാജം ഈ യജ്ഞം കൃത്യമായി തന്നെ ഏറ്റവും ഭംഗിയായി നടത്തുന്നുണ്ട്. എരുമേലിയിൽ നിന്ന് ആ യജ്ഞത്തിന് അല്പസമയം മുൻപ് തുടക്കമായിരിക്കുന്നു. എരുമേലിയിൽ 16 ഇടങ്ങൾ ശുചീകരിച്ച് ശേഷം സന്നിധാനത്തേക്ക് പോകും. പമ്പയിൽ നിന്നുള്ള സന്നിധാനത്തേക്കുള്ള വഴിയും സന്നിധാനവും പരിസരവും എല്ലാം ശുചീകരിക്കും. ശബരിമല അയ്യപ്പ സേവാ സമാജം സംസ്ഥാന ഭാരവാഹി നമ്മളോടൊപ്പം ജയൻ ചെറുവള്ളി ചേരുന്നുണ്ട്. എങ്ങനെ പുരോഗമിക്കുന്നു ഇപ്പോഴുള്ള യജ്ഞം? ഏറ്റവും മനോഹരമായി അയ്യന്റെ പൂങ്കാവനം, കാനനം, അയ്യന്റെ തീർത്ഥാടനത്തിന്റെ ആ കവാടം മനോഹരമാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശുചീകരണത്തിന് തുടക്കമായിരിക്കുകയാണ്. അതെ, കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് ശബരിമല അയ്യപ്പ സേവാ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ എരുമേലിയിൽ, പമ്പയിൽ, അതേപോലെ സന്നിധാനത്തൊക്കെ തന്നെ നടത്തി വരികയാണ്. നമുക്കറിയാം, ഏതാണ്ട് കഴിഞ്ഞ 60 ദിവസത്തെ കാലത്തെ തീർത്ഥാടനം കഴിയുമ്പോഴേക്കും എരുമേലി ആണെങ്കിലും പമ്പയാണെങ്കിലും ശബരിമലയാണെങ്കിലൊക്കെ സന്നിധാനമാണെങ്കിലൊക്കെ തന്നെ വളരെയധികം മാലിന്യങ്ങൾ കൊണ്ട് നിറയാറുണ്ട്. സന്നിധാനത്തൊക്കെ തന്നെ ശുചീകരണ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് പൂർണ്ണതയിലെത്തുന്നത് അവസാന ദിവസത്തെ ഈ ഒരു വലിയ ക്ലീനിങ്ങോട് കൂടിയാണ്. ഏതാണ്ട് 2000-ന് മുകളിൽ ആൾക്കാരാണ് ദക്ഷിണ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് എത്തിയിട്ടുള്ളത്. കേരളത്തിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നും, പോണ്ടിച്ചേരിയിൽ നിന്നും, കർണാടകയിൽ നിന്നൊക്കെ തന്നെ നിരവധി ആൾക്കാരാണ് ഈ ഒരു ശുചീകരണ യജ്ഞത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ രാവിലെ നമ്മൾ 9 മണിയോട് കൂടി എരുമേലിയിൽ ഈ ഒരു ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഉച്ചവരെ നമ്മൾ എരുമേലി ഈ പരിസര പ്രദേശങ്ങളൊക്കെ തന്നെ ക്ലീൻ ചെയ്യും. ഏതാണ്ട് 14ഓളം പോയിന്റുകളാണ് ഇവിടെ ക്ലീൻ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്നും നിലയ്ക്കൽ വഴി പമ്പയിലേക്ക് പോകും. പമ്പയിൽ ശുചീകരണ പ്രവർത്തനം നടത്തുന്നതാണ്. അതിനുശേഷം നമ്മൾ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള പാതയും, അതിനുശേഷം വൈകുന്നേരം സന്നിധാനം പൂർണ്ണമായും നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത്. ഇത് ഏതാണ്ട് 11 വർഷക്കാലമായി തുടർന്നു വരികയാണ്. വളരെയധികം പ്രശംസകൾ പിടിച്ചുപറ്റിയിട്ടുള്ള ഒരു വലിയ പരിപാടിയാണ് ഈ എരുമേലി സ്വച്ഛ് ശബരിമല എന്നുള്ളത്. എരുമേലിയിലെ ശുചീകരണ പ്രവർത്തനങ്ങളെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ടത് വലിയതോടക്കമുള്ള മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുന്ന പ്രദേശമാണ്. ആ വലിയതോടക്കമാണ് ഏറ്റവും ശുചീകരണ പ്രവർത്തനങ്ങൾ ഇത്തവണ നടത്തുന്നത്. എല്ലാ തവണയും നടത്തുന്നുണ്ട്. എരുമേലി വലിയ തോട് എന്ന് പറയുന്നത് ഏറ്റവും മാലിന്യമാണ്. ഈ 60 ദിവസത്തെ തീർത്ഥാടനം കൊണ്ട് ഏറ്റവും മാലിന്യമാകുന്നത് എരുമേലി വലിയ തോടാണ്. ഈ ഒരു വലിയ തോട്ടിൽ നമുക്ക് ഇറങ്ങാൻ പോലും സാധിക്കാത്ത ഒരു മാലിന്യമാണ്. അത് മാലിന്യമുക്തമാക്കുക എന്നുള്ളത് വളരെയധികം അത്യാവശ്യമായ കാര്യമാണ്. കാരണം അല്ലെങ്കിൽ അടുത്തൊരു സീസണിൽ ഒരു മഴ കഴിയുന്നിടം വരെയെങ്കിലും ഇവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. പക്ഷേങ്കിൽ എല്ലാ വർഷവും നമ്മൾ ഈ ഒരു എരുമേലി വലിയ തോട് ക്ലീനിങ്, അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായ ഒരു ശുചീകരണ പ്രവർത്തനം. അത് വർഷങ്ങളായി അത് വളരെ നല്ല രീതിയിൽ അത് ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ നമുക്ക് മൂക്ക് ബുദ്ധിപ്പിടിച്ച് പോലും നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അത് പൂർണ്ണമായും വൃത്തി ആക്കി വളരെ നല്ല രീതിയിൽ ആ ഒരു ശുചീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്നതാണ്. ഏറ്റവും വലിയ നല്ലൊരു ഉത്തരവാദിത്തമാണ്. ഏറ്റവും ഭംഗിയായി തന്നെ ശബരിമല അയ്യപ്പ സേവാ സമാജം നടത്തുന്നത്. അതിന് വലിയൊരു അഭിനന്ദനങ്ങൾ അറിയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ പരിസര ഭാഗങ്ങൾ ശബരിമല അയ്യപ്പ സേവാ സമാജത്തിൻ്റെ പ്രവർത്തകർ വൃത്തിയാക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഒരേ സമയം 16 ഇടങ്ങളിൽ എരുമേലി ബസ് സ്റ്റാൻഡ്, ചമ്പലം, മറ്റു ഭാഗങ്ങൾ, എരുമേലി റോഡ് 16 ഭാഗങ്ങളിലാണ് ഇപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയം 2000-ഓളം ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ പ്രവർത്തകരാണ് ഈ ശുചീകരണ യജ്ഞങ്ങൾ ഏറ്റവും ഭംഗിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഭാഗത്ത് ഏറ്റവും ദൗത്യം അവർ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു, പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുന്നു. ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങൾ കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിയ ശബരിമല തീർത്ഥാടനത്തിന്റെ കവാടമായ എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം, എരുമേലി കൊച്ചമ്പലം, എരുമേലി പ്രയോസ്റ്റ് ബസ് സ്റ്റാൻഡ്, എരുമേലി പാതയുടെ വിവിധ ഭാഗങ്ങൾ, അങ്ങനെ 16 ഇടങ്ങൾ, വലിയതോടക്കമുള്ള 16 ഇടങ്ങൾ ഏറ്റവും ഭംഗിയായി തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ പ്രവർത്തകരുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തമിഴ്നാട്ടിൽ നിന്നും, കേരളത്തിൽ നിന്നും, കർണാടകയിൽ നിന്നും, പോണ്ടിച്ചേരിയിൽ നിന്നും അടക്കമുള്ള
2000-ഓളം പ്രവർത്തകരാണ് ഈ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളാകുന്നത്. രാവിലെ 9:30 പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്ന പരിപാടി ഉദ്ഘാടനത്തോടു കൂടി ഈ പരിപാടിക്ക് തുടക്കമായി. അനുബന്ധിച്ച് പരിപാടികൾക്ക് ഭംഗിയായിട്ടുള്ള തുടക്കം ആരംഭിച്ചിരിക്കുന്നു. ഇനിയുള്ളത് ഈ പ്രദേശങ്ങൾ ശുചീകരണം നടത്തിയ ശേഷം വലിയതോടക്കമുള്ള ഭാഗങ്ങൾ ശുചീകരിച്ചതിന് ശേഷം ഈ പ്രവർത്തകരെല്ലാം തന്നെ പമ്പയിലേക്ക് പോകും. പമ്പയിൽ നിന്നും സന്നിധാനത്ത് എത്തി സന്നിധാനത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഇന്നു തന്നെ ഇവർ ശുചീകരണ യജ്ഞത്തിൽ ഏറ്റവും മനോഹരമായി ശുചീകരിക്കും. വലിയതോടാണ് എടുത്തു പറയേണ്ട ഭാഗം. എരുമേലിയിൽ ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ കുന്നുകൂടുന്നത് വലിയതോടിലാണ്. ആ വലിയതോടക്കമാണ് ഏറ്റവും ഭംഗിയായി ഈ ശുചീകരണ യജ്ഞത്തിൽ ശുചീകരിക്കുന്നത് എന്നുള്ളതാണ്. ഇനിയുള്ള ഒരു വർഷക്കാല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് വേണ്ടി ശബരിമല തീർത്ഥാടനത്തിന്റെ ആ കവാടം ഏറ്റവും ഭംഗിയായി വെക്കുന്നതിനുള്ള തുടക്കമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. എരുമേലിയിലെ 16 ഇടങ്ങളാണ് ശബരിമല അയ്യപ്പ സേവാ സമാജം പ്രവർത്തകർ ശുചീകരിക്കുന്നത്. എരുമേലിയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം പ്രവർത്തകർ സന്നിധാനവും ശുചീകരിക്കും.